ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 കിലോ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ല നീളമുള്ള ടൈപ്പിലുള്ള അരിയില്ലേ, ജീര റൈസ് ഒന്നും എടുക്കരുത് കേട്ടോ. ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ ഇതുപോലത്തെ നീളമുള്ള അരി ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് നല്ലപോലെ കഴുകി ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചു. എന്നിട്ട് ഇത് ഡ്രെയിൻ ചെയ്യാനായിട്ട് വച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇത് കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇതിനകത്തേക്ക് ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇതിന് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ നല്ലെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ആ ഡ്രെയിൻ ചെയ്ത് വെച്ച അരിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 7 മിനിറ്റ് ഒക്കെ കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴേക്കും ഇതൊരു 90% ഒക്കെ കുക്കായി വരുന്നതാണ്. എന്നിട്ട് ഇത് പെട്ടെന്ന് തന്നെ കോരി ഒരു ഓട്ടപാത്രത്തിലേക്ക് മാറ്റണം. അതായത് ശരിക്കും കൂടെ വെന്ത് കുഴഞ്ഞു പോകരുത്. അപ്പോൾ അതിന് മുമ്പിട്ട് തന്നെ കോരി എടുത്ത് മാറ്റുക. ഇനി ചോറ് നല്ലപോലെ തണുത്തതിന് ശേഷം വേണം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇത് തണുക്കുന്നതിന് വേണ്ടിയിട്ട് 2 പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഫാനിൻ്റെ താഴെ വയ്ക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ തണുത്തോളും. അപ്പോൾ ഇനി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് വലിയൊരു കടായി സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ അതുപോലെ നെയ്യൊന്നും ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കരുത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ സവോള ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു 6 ബീൻസ് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയനും സെലറിയും കൂടെ അരിഞ്ഞതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് ക്യാരറ്റ് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇത് 2 ചെറിയ ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു പകുതി ക്യാപ്സിക്കം അരിഞ്ഞതാണിത്, അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഒരുപാട് അങ്ങോട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ടിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉപ്പ് ഒരുപാട് ചേർക്കരുത്, കാരണം നമ്മൾ ചേർക്കുന്ന സോസിനൊക്കെ ഉപ്പുള്ളതാണ്. അപ്പോൾ ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് 2 മുട്ടയാണ്. അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇവിടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി മുട്ട ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഇത് കുക്ക് ചെയ്തെടുത്ത ചിക്കനാണ് കേട്ടോ, ബോൺലെസ് ചിക്കനാണ്. ഇതൊരു 200 ഗ്രാം ചിക്കൻ ഉണ്ട്. ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുത്ത ചിക്കനാണിത്. അപ്പോൾ ഈ ചിക്കൻ ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ എടുത്താലും മതി. ഈ സെയിം മെത്തേഡിൽ തന്നെ, പക്ഷെ ജസ്റ്റ് കുറച്ചൊരു ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതാകുമ്പോൾ ആദ്യം തന്നെ ഈ ചിക്കൻ വറുത്ത് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ അങ്ങോട്ട് ആക്കിയെടുത്താൽ മതി. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് സോസൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചില്ലി സോസ്. അപ്പോൾ ചില്ലി സോസിന് പകരമായിട്ട് പച്ചമുളക് ചേർത്താലും മതി കേട്ടോ. ഈ സോയാ സോസ് മസ്റ്റാണ് കേട്ടോ ഇതിനകത്ത്. 1 ടീസ്പൂൺ വിനാഗിരി, 1/2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്. ടൊമാറ്റോ സോസ് ഓപ്ഷനിലാണ് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് വേവിച്ച് വെച്ച ചോറ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് ചോറ് നമ്മൾ ഡ്രെയിൻ ചെയ്യാൻ വെച്ചതിന് ശേഷം നല്ലപോലെ തണുപ്പിച്ചതിന് ശേഷം വേണം കേട്ടോ ഈ റൈസ് ഇതിനകത്തേക്ക് ചേർക്കാനായിട്ട്. അപ്പോൾ ഇത് നല്ലപോലെ തണുക്കാനായിട്ട് ഞാൻ ഫാനിന്റെ ചുവട്ടിൽ വെച്ചേക്കായിരുന്നു. 2 പ്ലേറ്റിലാക്കി ഫാനിന്റെ ചുവട്ടിലേക്ക് അങ്ങോട്ട് വെച്ച്, അപ്പോൾ പെട്ടെന്ന് തന്നെ നന്നായിട്ട് തണുത്ത് വരുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വെക്കുന്നത്. അങ്ങനെ വച്ചില്ലെങ്കിൽ ഈ ചോറൊക്കെ നമുക്ക് ഇതിനകത്തിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതൊക്കെ ഉടഞ്ഞു പോവും, പൊട്ടി പോവും. നമുക്ക് ഈ ലോങ് റൈസ് ആയിട്ട് കിട്ടില്ല.
ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. റൈസ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും ലോ ഫ്ലെയിമിൽ ഇടരുത്, ഹൈ ഫ്ലെയിമിൽ ഇട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുക. ഇതിനകത്ത് കുറച്ച് എരിവ് കുറവുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അതിനോട് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തു. അപ്പൊ ഇതും കൂടെ ഇട്ടിട്ട് നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് ഈ ചോറൊന്നും ഉടച്ച് കളയരുത്. അപ്പോൾ ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് സ്പ്രിംഗ് ഒണിയനും കൂടെ വിതറിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ സെലറി ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ, സെലറി ഓപ്ഷണലാണ്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് പോലും വേണ്ട കേട്ടോ ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. കാരണം നമ്മൾ ആ റൈസ് വെന്ത് ഒന്ന് തണുത്ത് വരണം, അതാണ് നമുക്ക് ഈ ഫ്രൈഡ് റൈസിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ ഫ്രൈഡ് റൈസിന്റെ കളർ കുറച്ചെങ്കിലും ഇങ്ങനെ ചേഞ്ച് ആവണത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു സോയാ സോസിന്റെ കളറും അതുപോലെ ഒക്കെ അനുസരിച്ചാണ്. ലൈറ്റ് കളർ സോയാ സോസ് വേണം സാധനം ഉപയോഗിക്കാനായിട്ട്. എൻ്റെ കയ്യിൽ ഡാർക്ക് ആയിട്ടുള്ള സോയാ സോസ് ആയിരുന്നു ഉണ്ടായിരുന്നത്, അപ്പോൾ അതാണ് ഞാൻ യൂസ് ചെയ്തത്. പിന്നെ അതുപോലെ ഇതിനകത്ത് പെപ്പർ പൗഡർ ആണെങ്കിൽ വൈറ്റ് പെപ്പർ പൗഡർ ആണ് സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളത്. ഞാൻ ഇതിനകത്ത് നമ്മുടെ സാധാരണ നോർമൽ ആയിട്ടുള്ള പെപ്പർ പൗഡർ ആണ് ഉപയോഗിച്ചത്. ഞാനിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസിലൂടെ അറിയിക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈഡ് റൈസാണ് കേട്ടോ. ഒരിക്കലും ഒരു തെറ്റ് പറ്റാൻ സാധ്യതയില്ലാത്തൊരു ഫ്രൈഡ് റൈസാണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സൗജന്യമായിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും, അതിൽ ഓൾ എന്നത് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷാസ് ക്രിയേഷൻസ്.